ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ആ കാഴ്ച എന്താ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഈ സ്ഥലം ഇളനാട് നിന്ന് വാണിയമ്പാറയ്ക്ക് പോകുന്ന വഴിയിൽ കുന്നുംപുറത്തിനും കിഴക്കുമുറിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണിത്. കൃത്യം 6:30 മണിയായി. ഉദയസൂര്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. ദേഷ്യം വരുന്നുണ്ട്, എന്നെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കില്ലടാന്നാണ് പറയണത് എന്നോട്. കണ്ടില്ലേ? അപ്പോൾ അതിലും മനോഹരമായൊരു കാഴ്ച കണ്ടത് ദേ കിക്കി കിക്കി എന്ന് വെച്ചുകൊണ്ട് എര തേടുന്ന താറാവുകളെയും അവരെ നയിക്കുന്ന ചേട്ടന്മാരെയുമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? ഇതെല്ലാം ഒരു നെൽപ്പാടമാണ്. പാടത്തിൽ നിന്ന് കൊയ്ത് ഇറങ്ങി പുല്ല് മുളച്ചപ്പോൾ ജൗണി അങ്ങനെ പലവിധ കതിരുണ്ട്, കതിര് കുത്തി തിന്നുന്നു. വെള്ളത്തിൽ ഞൗണി, ഞണ്ട് എന്നിവയിലൊക്കെ തിരയുന്നു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കുറച്ച് കേട്ടോ. ഇത് കണ്ടോ, അവർ പലവിധമായ ഭക്ഷണങ്ങൾ ശേഖരിച്ചുകൊണ്ട് മന്ദമായി മുന്നേറുകയാണ്. ഇത് കണ്ടില്ലേ? നല്ല ഉഷാരോടുകൂടിയാണ് തപ്പുന്നത്. ഇത് കണ്ടോ, ചേട്ടൻ അവരെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കുകയാണ്. എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് കണ്ടില്ലേ കൂട്ടുകയാണ് കേട്ടോ. ഇത് കണ്ടോ, എല്ലാവരും ഓടി വരുന്നുണ്ട്. ഇതേ അതിനിടയ്ക്ക് കതിര് മുളച്ച് ബാക്കി നിൽക്കുന്ന നെല്ലിൽ നിന്ന് കതിരുകൾ കൊത്തി തിന്നുണ്ട്. കണ്ടോ, എത്ര മനോഹരമാണ്. ചേട്ടാ ഗുഡ് മോർണിംഗ്. താറാവ് മുട്ട തരുമോ? 6 മണിക്കല്ലേ? അപ്പൊ നാളെ വരണം. അല്ല വരാം. അപ്പോൾ ഒരു ചേട്ടൻ ദൂരെ നിൽക്കും. 2 പേരാണ് ഇവർ ഇതിനെ നയിക്കുന്നത്. ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ആ ചേട്ടനെ കാണിച്ചു തരാം സൂം ചെയ്ത്. അദ്ദേഹം ഒരു മധ്യവയസ്കനാണ്. ഈ പ്രായത്തിലും അദ്ദേഹം ഈ ജോലി ചെയ്യാൻ തയ്യാറായതുകൊണ്ട് അദ്ദേഹത്തോട് സല്യൂട്ട് കൊടുക്കണം. കണ്ടില്ലേ? ആ കണ്ടത്തിൽ കൂടെ നമ്മൾ കാലിൽ പൊടി പറ്റുമെന്ന് പറഞ്ഞ് ചെരുപ്പിട്ട് നടക്കുന്ന ആ സമയത്താണ് ഇദ്ദേഹം ആ വയലിലൂടെ നടക്കുന്നത്. അതൊരു മനോഹരമായ കാഴ്ചയല്ല, ഉപജീവനത്തിൻ്റെ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ കുറച്ച് എഴുന്നേറ്റ് കേട്ടോ. പുള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. എത്ര അനുസരണത്തോടു കൂടിയാണ് അവർ പോകുന്നത് വരമ്പത്തൂടെ. ഒരു ഡിസിപ്ലിൻ, ഒരു ഫോഴ്സിൻ്റെ ഡിസിപ്ലിൻ ആണ്. ഉണ്ടോ, ആ ലൈനിലൂടെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. കണ്ടോ, എല്ലാവരും കൂടെ അവിടെ ചെന്ന് കൂടിയിട്ടുണ്ട്. അവിടെ വെള്ളമുണ്ട്, അപ്പോൾ കുളിക്കാമല്ലോ. അതേ കണ്ടില്ലേ? മന്ദമായി ഒന്നിനു പുറകെ ഒന്നായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രംഗം നമുക്ക് കാണാം. അപ്പോൾ അവർ കണ്ടോ അവിടെ പോയി കുളി തുടങ്ങി. രാവിലെ പ്രഭാത കുളി പാസ്സാക്കിയാണ് അവർ. ഇത് കണ്ടില്ലേ? ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു മോർണിംഗ് വാക്കിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ആസ്വദിക്കുന്നു, ഞാനും ആ കൂടെ ആസ്വദിക്കുകയാണ്. അല്ല, അവർ കുളിക്കാൻ ഇറങ്ങി. കുളികളൊക്കെ കഴിഞ്ഞ് അവരുടെ കുളിക്കടവിലോട്ട് നമുക്കൊന്ന് പോകാം കേട്ടോ. കുളിക്കടവിൽ പോകുന്നത് ശരിയല്ല, എന്നാലും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ചേട്ടനൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്താണോ വീട്? ഈ താറാവ് ഇവിടെ ഉള്ളതാണോ? എവിടെ താറാവുള്ള? കൊല്ലത്തല്ലേ? അപ്പോൾ ഈ ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇവിടെ കുളിയെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും കയറി അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് യാത്രയാകുകയാണ്. ഇല്ലല്ലേ? അടുത്ത
തീറ്റയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അവർ. ഓക്കെ, അപ്പോൾ നമുക്കും പോകാം, ഞങ്ങളും പോകുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ ഒരു കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് സൂര്യൻ ഭഗവാൻ എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ സൂര്യഭഗവാനെ കണ്ടു, താറാവിനെ കണ്ടു. ഇത് വാണിയമ്പാറയ്ക്കുള്ള റോഡാണ്. ആ സമയത്താണ് ഒരു സൈക്ലിസ്റ്റ് വരുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് പേര്? ജിൻസ് വർക്കി. എവിടെയാണ് വീട്? പന്തലാമ്പാട്. ഓ, അവിടെ നിന്ന് എന്നും സൈക്കിൾ കിട്ടുമോ? റണ്ണിങ് ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ തൃശ്ശൂർ കോളേജിൽ പഠിപ്പിക്കുക. ആണോ? കൺഗ്രാജുലേഷൻ. അപ്പോൾ എന്തായാലും താങ്കളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം താങ്കൾ പന്തലാമ്പാടത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം എവിടെ വരെ പോകും സൈക്കിളിൽ? ഞങ്ങൾ യൂഷ്വലി നമ്മുടെ ഒരു ക്ലബ്ബുണ്ട് പാലക്കാട്, ഫോർട്ട് പട്ലേഴ്സ് പാലക്കാട് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ആലത്തൂർ സൈക്കിൾ റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബുകളുണ്ട്. അതിൽ ഒരുപാട് സൈക്കിളിസ്റ്റുകളുണ്ട്. നമ്മൾ ഒരുപാട് ദൂരങ്ങൾ പോകും. ഞാനിപ്പോൾ ഈ സൈക്കിൾ കൊണ്ടാണ് മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടി. അപ്പോൾ ഈ സൈക്കിൾ കൊണ്ടാണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് എടുത്തോളാം, കാരണം ഈ സൈക്കിൾ ഒന്ന് കാണണമല്ലോ. അപ്പോൾ ഈ സൈക്കിളും കൊണ്ട് മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടിയല്ലേ പോയിട്ടുണ്ട് അല്ലേ? പോകാറുണ്ട്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ വില എത്രയായിരിക്കും? ഇത് ഏകദേശം 1,00,000 രൂപ. അത് ഒരു ചില്ലാന്ന് എത്ര എനിക്ക് മേടിക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടിയാണ് ലോൺ എടുത്ത്. ഇത് എക്സാക്ട് സൈക്കിളിന്റെ കോസ്റ്റ് ആണെങ്കിൽ 1,00,000 രൂപ. പിന്നെ ആക്സസറി അല്ലേ? ബാക്കി എല്ലാം കൂടെ വരുമ്പോഴേക്കും വീണ്ടും അതിന്റെ മുകളിലോട്ട് പോകും. അപ്പോൾ എനിക്കും ഈ സൈക്കിൾ വലിയ ഇഷ്ടമാണ്. ഞാൻ ചെറിയ സൈക്കിളിൽ ഞാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു, ഹാപ്പി ജേർണി. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സണ്ണി എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. ഞാൻ സ്വദേശം ഇരുമ്പുപാലം. ഇപ്പോൾ അവിടെ ആന കയറിയതുകൊണ്ട് ഭയപ്പെട്ട് എളാടെന്ന് പറയുന്ന ആലിഞ്ചുള്ളിൽ താമസിക്കുകയാണ്. അപ്പോൾ സന്തോഷം, നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അദ്ദേഹം എന്നോട് ചില വിവരങ്ങളൊക്കെ പറഞ്ഞ ശേഷം യാത്രയായി. ബൈ ബൈ, ഹാപ്പി ജേർണി. സൺറൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ വാക്കിംഗ് തുടരുകയാണ്. ബൈ ബൈ സൺജി, സൺറൈസ്. ഓക്കെ, ബൈ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.